കേരളത്തിൽ ക്വാറി തുടങ്ങാനുള്ള അനുമതിയും ന്യൂനപക്ഷ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നുമെന്ന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്റെ ഉത്തരവ് വിവാദമാകുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളുടെ ക്വാറിക്ക് അനുമതി നൽകാൻ പരിസ്ഥിതി ആഘാത സമിതിക്ക് നിർദ്ദേശം നൽകിയതാണ് വിവാദമായത്. സംഭവത്തിൽ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. കണ്ണൂർ ജില്ലയിൽ ക്വാറി തുടങ്ങാൻ സംസ്ഥാനതല പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ സമിതി അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്വാറി ഉടമ പരാതിയുമായി ന്യൂനപക്ഷ കമ്മീഷനെ സമീപിച്ചത്. എന്നാൽ സമിതി നേരത്തെ പ്രദേശം സന്ദർശിച്ച് സ്ഥലത്തിന്റെ അപകടാവസ്ഥയടക്കം ചൂണ്ടിക്കാണിച്ച് ക്വാറി ഉടമയുടെ അപേക്ഷ നിരസിച്ചിരുന്നു. തുടർന്നാണ് പരിസ്ഥിതി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും പരാതിക്കാരൻ ഹാജരാക്കിയിട്ടുണ്ടെന്നും രേഖകൾ പരിശോധിച്ച് ആവശ്യമായ പരിസ്ഥിതി സർട്ടിഫിക്കറ്റ് 1 മാസത്തിനകം നൽകാനും ന്യൂനപക്ഷ കമ്മീഷൻ പരിസ്ഥിതി സമിതിക്ക് നിർദ്ദേശം നൽകിയത്. സംഭവം വിവാദമായതോടെ പരിസ്ഥിതി സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു ക്വാറി മാഫിയയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വിധി എന്ന് വേണമെങ്കിൽ പറയാം. ക്വാറി മാഫിയക്കാരൻ ഒരു ന്യൂനപക്ഷക്കാരനാണെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരായ ന്യൂനപക്ഷക്കാരനും ഭൂരിപക്ഷക്കാരനും ഈ ക്വാറി മാഫിയക്കാരൻ നടത്തുന്ന ക്വാറി മൂലമുള്ള ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ന്യൂനപക്ഷ കമ്മീഷൻ അവരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട ഈ സമയത്ത് ഇത്തരത്തിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ശരിക്കും പുനഃപരിശോധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം തുടങ്ങാനുള്ള അനുമതി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ക്വാറി തുടങ്ങാൻ അനുമതി നൽകുന്നത് ആദ്യമായാണെന്നാണ് ആരോപണം. ന്യൂനപക്ഷ കമ്മീഷന്റെ ഉത്തരവിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ജനം, കോഴിക്കോട്.